64 നോർത്ത് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. കണ്ണൂർ ഗവൺമെന്റ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. വരുന്ന 4 ദിവസങ്ങളിലായി 6000-ഓളം കലാകാരന്മാരുടെ വിവിധ മത്സരങ്ങൾ അരങ്ങേറും. 64ാമത് സ്കൂൾ കലോത്സവത്തിന് ഇന്നിവിടെ തിരിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും വീടുവെപ്പായ ഒരുപാട് കലാപ്രതിഭകളുടെ അരങ്ങേറ്റത്തിൽ തിരിതെളിയിച്ചുകൊണ്ട് ഈ സ്കൂൾ മുറ്റത്ത് ഇവിടെ 64ാമത് കലോത്സവത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതിലേറെ സംതൃപ്തിയുമുണ്ട് എന്നുള്ളതാണ്. കോർപ്പറേഷൻ പരിധിയിൽ ഇത്തരം കലാമേളകൾ വരുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് സന്തോഷവും സംതൃപ്തിയും തന്നെ. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തോടൊപ്പം അതേപോലെ നമ്മുടെ സർഗാത്മകത വളർത്തുന്നതിൽ നിർണായകമായ പങ്ക് കലോത്സവങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഓരോ കലോത്സവത്തിൻ്റെ വേദിയും ഓരോ കുട്ടിയുടെയും സർഗാത്മകത അത് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളാണ്. ജയവും പരാജയവും അതൊക്കെ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും. അതൊരു യാഥാർത്ഥ്യമാണ്. ജയം ഓരോരുത്തരെയും വിനയമുള്ളവരാക്കണമെന്നുള്ളതാണ്. പരാജയങ്ങൾ ആ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നേറാനുള്ള ഒരു വലിയ മോട്ടിവേഷനായി തീരണം. ഓരോ കുട്ടികൾക്കും സർഗാത്മകത പ്രകടിപ്പിക്കാൻ കഴിയുന്ന വേദിയാണ് ഓരോ കലോത്സവമെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു. പഠനത്തോടൊപ്പം മാനസികമായ ഉല്ലാസവും അച്ചടക്കവും ഉണ്ടാക്കാൻ ഓരോ കലോത്സവത്തിനും സാധിക്കുമെന്നും കൂട്ടായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാനും കലോത്സവ മേളയ്ക്ക് കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ അധ്യക്ഷത വഹിച്ചു. മാപ്പിളപ്പാട്ട് ഗായകൻ കണ്ണൂർ ഷെരീഫ്, ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, ഗീതിക വർമ്മ എന്നിവർ മുഖ്യാതിഥിയായി. കാന്തി കാണുവാൻ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ഈ വേദിയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സ്കൂൾ കാലഘട്ടം ഒരുപാട് വർഷങ്ങൾ പിന്നിലേക്ക് പോവുകയാണ്. 86-ലാണ് ഞാൻ ആദ്യമായിട്ട് സ്കൂൾ കലോത്സവത്തിൽ മത്സരിക്കുന്നത്. അന്ന് തുടങ്ങിയ മത്സരം 90 വരെ എല്ലാ കലോത്സവത്തിലും ഞാൻ ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് ലെവൽ വരെ. ഒരുപക്ഷെ അന്നത്തേതായിരിക്കും എൻ്റെ കലാജീവിതത്തിൻ്റെ തുടക്കമെന്ന് പറയാം. ഏതൊരു കുട്ടിയുടെയും കലയുടെ അല്ലെങ്കിൽ അവരുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഒരു വേദിയാണ് കലോത്സവം. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാഗേഷ്, AEO ഇബ്രാഹിം റേരോത്ത്, ജയസൂര്യൻ KP എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.